ഞായറാഴ്ചയിലെ സ്പെഷ്യലും തട്ടിക്കൂട്ട് വിഭവങ്ങളും ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഞായറാഴ്ച പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് അന്ന് രാവിലെയാണ് കേട്ടോ. എന്താ ഉണ്ടാക്കണ്ടേന്ന് ഇന്ന് രാവിലെയാണ് തീരുമാനിച്ചെടുത്തത്. അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്, ഇന്നൊരു വറുത്തരച്ച ചിക്കൻ കറി ചെയ്യാമെന്ന്. അപ്പം അതിൻ്റെ കൂടെ എന്ത് കഴിക്കണം എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഈസിയാണ്, എല്ലാവരും വീട്ടിൽ ചെയ്യുന്നത് തന്നെയായിരിക്കും കേട്ടോ. ഇതെന്തായാലും എൻ്റെ ഒരു രീതിയാണ്, ഞാൻ ട്രൈ ചെയ്യൽ ഇങ്ങനെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ 2 ദിവസമൊക്കെ ഈ ചിക്കൻ കറി നല്ല സൂപ്പറായിട്ട് പുറത്തന്നെ ഇരുന്നാലും ഒരു കേടും പറ്റൂല കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ച് വറുത്തരച്ച ചിക്കൻ കറിയാണിത്. അപ്പോൾ ഞാനിതിന് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നമ്മൾ സാധാരണ തേങ്ങയുടെ കൂടെ വറുത്തെടുക്കാറാണ്. പക്ഷെ ഇത് ആദ്യമേ അങ്ങ് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുവാണ് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ അതുപോലെ ഇട്ടാൽ മതി. ഇഞ്ചി മാത്രം കുറച്ച് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു, കാരണം ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇഞ്ചി ചതച്ചിടേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് കണ്ടോ, നല്ല ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് വാരിക്കോരിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയാണ് ഞാൻ ഈ ചട്ടിയിൽ തേങ്ങ ഇതുപോലെ വറുത്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു കാര്യം, എൻ്റെ ട്രൈപോഡ് കേടുവന്നു. അതുകൊണ്ട് രണ്ടും കൂടെ ഞാൻ മൾട്ടി ടാസ്കിങ് നടത്തുവാണേ. കയ്യിൽ ഫോണും പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഇടയ്ക്കൊരു ചാഞ്ചാട്ടം. ഇനി സഹായത്തിന് ഏട്ടൻ വരും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ. 2 വിളി വിളിച്ചു, ഇനി 3-ാം വിളി വിളിക്കുമ്പോഴേക്കും ആൾ വന്നോളൂ. തേങ്ങ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ മൂപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഫുൾ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് തേങ്ങ മൂപ്പിക്കരുത്. അപ്പോൾ ഇങ്ങനെ പുറം ജസ്റ്റ് പെട്ടെന്ന് കരിഞ്ഞു വരികയും ചെയ്യും, എന്നാൽ ഉള്ളിലോട്ട് പച്ചത്തേങ്ങയായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തേങ്ങ പതുക്കെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ മൂപ്പിച്ചെടുക്കുന്ന സമയത്തിൽ ഡിസ്കഷൻ നടക്കുവാണ് കേട്ടോ, എന്താ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കേണ്ടതെന്ന്. അങ്ങനെയാണ് വേറൊരു ഐഡിയ വന്നത്. അത് ഞാൻ വഴിയേ പറയാം. പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തേ. യൂഷ്വൽ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ചിക്കൻ പൊടി ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടില്ല. ചിക്കൻ മസാലയില്ലേ, അത് ഞാൻ ഇപ്പം ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ചിക്കൻ വേവിക്കുന്ന കൂട്ടത്തിൽ ഒരു സവാളയും ഒരു തക്കാളി, ഒരു 2-3 പച്ചമുളക് ഇട്ട് വഴറ്റി വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടോടെ അടിച്ചെടുക്കണ്ട, കൈയും മുഖവും ഒക്കെ പൊള്ളിപ്പോവും, ശ്രദ്ധിക്കണം. അങ്ങനെ എൻ്റെ ആളെത്തിയിട്ടുണ്ട് കേട്ടോ ഇളക്കാനുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഏട്ടൻ എനിക്ക് മിക്സ് ചെയ്ത് തന്നോളൂ. അങ്ങനെ ഞങ്ങളിതാ ചട്ടി അടുത്തത് വെച്ചു, സവാള ഇട്ടു, ഒരു തക്കാളി ഇട്ടു, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒത്തിരി നേരത്തെ പോലെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ടു വന്നാൽ മതി. ചിക്കൻ കറി മസാല ഇട്ട് കൊടുത്തു. ഇതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കനും ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. ചിക്കൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും വെച്ച് മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. മാരിനേറ്റ് ചെയ്യാം, നാരങ്ങ നീരൊക്കെ ഉണ്ടെങ്കിൽ മാരിനേറ്റ്, ഉപ്പും നാരങ്ങ നീരും പെപ്പറും കൂടെ വെച്ച് തേച്ച് മാരിനേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇപ്പം തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്ന ചിക്കനും ആയിരുന്നു, കഴുകിയത് ഇപ്പോൾ വാങ്ങിച്ചു വെച്ചോളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ മാരിനേഷനൊന്നും പോയില്ല. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല ബട്ടർ പോലെ ഇരിക്കണം. അപ്പോൾ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം മറന്നിരുന്നു പറയാൻ. തേങ്ങ വറുത്തെടുത്ത സമയത്ത് ഞാൻ ഇച്ചിരി പെരുംജീരകം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെരുംജീരകം, കറിവേപ്പില, തേങ്ങ അതും കൂടെ ഇട്ടിട്ടായിരുന്നു അത് വറുത്തെടുത്തത്. പിന്നെ ഇത് പേസ്റ്റാക്കി ഞാനിത് ആ ചട്ടിയിലേക്ക് തട്ടി കൊടുത്തു. ഇങ്ങനെ തട്ടുന്ന സമയത്താണ് മനസ്സിലായത് ചട്ടിയിൽ ഇത് തികയില്ല, ഈ ഇളക്കാനൊന്നും പറ്റില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. പക്ഷെ എന്നാലും ഒരു അതിബുദ്ധി കാണിച്ച് ഇച്ചിരിയുടെ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി
കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിയും കൂടെ ആവുമ്പോൾ ഈ ചീനച്ചട്ടിയിൽ അത് തികയില്ല എന്ന് മനസ്സിലായി. ചട്ടി ചെറുതായിപ്പോയി, കറി ഒത്തിരി മിക്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിറഞ്ഞു വന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ചട്ടി മാറ്റിയേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ മാറ്റിയിട്ട് വരാം. അങ്ങനെ പോട്ട് മാറ്റി വെച്ചു. ഇതിൻ്റെ ഞങ്ങൾ വീട്ടിൽ വേറെ ആരും പുറത്തൊന്നും ഇല്ലാത്തപ്പോൾ ബിരിയാണി വെക്കുന്ന ബിരിയാണി പോട്ടാണ് കേട്ടോ. അതിലേക്ക് മാറ്റി കറി വെച്ചു. ഇപ്പോൾ കറിക്ക് തിളയ്ക്കാനുള്ള സമയവും കൊടുത്തു, തിളയ്ക്കാനുള്ള സ്ഥലവും കൊടുത്തു. ഇന്ന് പിടി ഉണ്ടാക്കിയാലോ എന്ന് ഓർത്തത്. ഏട്ടൻ പിടിയുടെ ഇൻസ്റ്റൻറ്റ് പാക്കറ്റാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ പിടി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയാലോ എന്നോർത്ത് 2 പാക്കറ്റ് പിടിയുമായിട്ട് ഏട്ടൻ വന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വെച്ച് വായിച്ച് നോക്കിയ കക്ഷി തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഉത്സാഹമാണ് കാണുന്നത്. പിന്നെ വെള്ളം വെച്ചു. ഈ പിടി അതിലേക്ക് മാറ്റി ഇട്ട് കൊടുത്തു. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അതിലൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അതിലൊരു പൊടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ പാലിനും തേങ്ങാപ്പാലും ഒക്കെ കൂടെ ആയിട്ട് മിക്സ് ചെയ്യില്ല, ആ മിക്സിന് പകരമുള്ളതാണ്. നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, ജീരകത്തിൻ്റെയും ചെറിയ ഉള്ളിയുടെയും ഒക്കെ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പിടി വെന്ത് വരുന്ന സമയത്ത് ഇത് അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ആ മിക്സ് ഒഴിച്ചതിന് ശേഷം ഇച്ചിരി നേരം ഒന്ന് തിളച്ച് നമ്മുടെ പിടി പാകത്തിന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ നമ്മുടെ അളവനുസരിച്ച് ഇച്ചിരി ഒന്ന് എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശരിക്കും അതിൽ എഴുതിയിരിക്കുന്ന രീതിയിലാണെങ്കിൽ അതിൽ ഇനി പാലിൻ്റെ ആവശ്യമില്ല. എന്നാലും എനിക്കെന്തോ ഒരു കളറിൻ്റെ ഒരു കുറവ് തോന്നി. ഞാനൊരു ഇച്ചിരി ഒരു ടേബിൾ സ്പൂണുള്ളൂ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ കറി കണ്ടോ, തിളച്ച് നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ. അതാണ് അതിൻ്റെ പാകം കേട്ടോ. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അതിനൊരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ചിക്കൻ നല്ലപോലെ വെന്തും വരും. അപ്പം ഞാൻ ഇച്ചിരി പെപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് മേലെ കാണുന്നത്. ഈ എരിവിൻ്റെ ഇച്ചിരി കുറവ് തോന്നി, ഇച്ചിരി കൂടെ പെപ്പർ ഒഴിച്ചു. ഇനി നമുക്ക് വറവിട്ടിട്ടെടുക്കാം കറി. വറവിടാൻ വേണ്ടി വെളിച്ചെണ്ണയിലേക്ക് ആദ്യം കടുകിട്ട് പൊട്ടിച്ചു. ഇതൊരു നാടൻ കറിയല്ലേ, ഇച്ചിരി കടുകൊക്കെ ഇരിക്കട്ടെ. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും ഇട്ട്, പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയൊക്കെ പൊട്ടിച്ച് വറവിടുമ്പോൾ എന്തൊരു മണമായിരിക്കും അടുക്കളയിൽ അല്ലേ. നമ്മുടെ കറിയായി അല്ലെങ്കിൽ ഉണ്ണാൻ സമയമായി, വിശപ്പായി എന്നൊക്കെ തരുന്നൊരു സൂചനയാണ് നമ്മുടെ വറവിടുമ്പോഴുള്ള സ്മെല്ല്. എനിക്ക് അമ്മേനെ എപ്പോഴും ഓർമ്മ വരും കേട്ടോ. ഉള്ളിയിട്ട് വറവിടുന്ന മണം അടിക്കുമ്പോൾ എനിക്ക് എന്താ അറിയില്ല, എൻ്റെ വീടിൻ്റെ അടുക്കള എനിക്ക് ശരിക്കും മനസ്സിലേക്ക് ഓടി വരും. ചില ഉച്ചയ്ക്കൊക്കെ നല്ല മീൻകറി, തേങ്ങ അരച്ച് വയ്ക്കുന്ന മീൻകറിയൊക്കെ ഉള്ളപ്പോൾ ആ വറവയുടെ സ്മെല്ലിങ്ങനെ അടിക്കുമ്പോൾ തന്നെ വിശക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നലാണ്. ചിലപ്പം വിശപ്പായിട്ടുണ്ടാവില്ല. അങ്ങനെ നിങ്ങളറിയാതെ ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് അറ്റത്തിരിക്കുന്ന ഐറ്റം പായസം. അത് ഇന്ന് ഇച്ചിരി അധികം പാല് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സേമിയൊക്കെ ഇട്ട് ഒരു ചെറിയൊരു പായസം വെച്ചു. എൻ്റെ ആദ്യക്കുട്ടനെ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവൾക്കുള്ളത് വിളമ്പുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ, നമ്മുടെ കറി നല്ല നല്ല കുറുകിയെത്തിയ വറുത്തരച്ച കറി. നല്ല ഗ്രേവി ആയിരുന്നു കേട്ടോ, നല്ല രുചിയായിരുന്നു ഗ്രേവിക്ക്. ചോറിൻ്റെ കൂടി നല്ല സെറ്റായിരിക്കും, പത്തിരി, ചോറ് എല്ലാത്തിൻ്റെ കൂടി. അങ്ങനെ ആദിക്കുട്ടിക്ക് പിടി വെച്ച് കൊടുത്തപ്പോൾ വലിയ താല്പര്യമില്ല. എന്നാൽ പിന്നെ ഇച്ചിരി പായസം ഞാൻ പിടി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. പക്ഷേ കണ്ടു നോക്കൂ, മൂപ്പരുടെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും ഏതാ ഇഷ്ടപ്പെട്ടതെന്ന്.
അങ്ങനെ എൻ്റെ ഈ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ എന്ന് എന്നോട് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. പിന്നെ ഏട്ടൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യക്കുട്ടൻ എന്താ പായസം ആദ്യം എടുത്തടിച്ചു, അതിനുശേഷം പിടിയും കഴിച്ചു കേട്ടോ. ഞാനും കഴിച്ചു. അങ്ങനെ പായസമൊക്കെ ഒഴിച്ച് ഞങ്ങളൊരു കൊച്ച് സ്പെഷ്യൽ നല്ലപോലെ കഴിച്ച് ഞങ്ങളുടെ സൺഡേ അങ്ങ് ഹാപ്പിയാക്കി. എനിവേ ബൈ.